സോ ഹായ് ഗൈസ്. അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം താങ്കിങ് യു ഓൾ ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം യൂട്യൂബിൽ എൻ്റെ ഈ ഒരു ഒറ്റ വീഡിയോ നല്ല റീച്ചാണ് കിട്ടിയത്. പുറമേ നിന്ന് കാണുമ്പം കുറച്ചേ ഉള്ളൂ എന്നുള്ളത്, ബട്ട് ഫോർ മീ അതൊരു വലിയ റീച്ച് തന്നെയാണ്. അത് നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സന്തോഷമുള്ള ഒരു നിമിഷമാണെന്ന്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ വ്യൂവും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും ഒരുപാട് പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം അങ്ങനെ വരുന്നവർക്ക് പുതിയ വീഡിയോസ് എൻ്റെ ഭാഗത്തു നിന്ന് വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സോ എന്തായാലും ഉണ്ടാകും. അപ്പം എനിക്കങ്ങനെ പറയണമെന്നില്ല, താങ്ക്സ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഗീവ് അവേയുടെ ഒരു കേസ്, ലൈക്ക് ഗീവ് അവേയുടെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് പറയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവിടെ ഒരു കുറച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പെസ് ഗെയിമർ 5576 പുള്ളി ഇങ്ങനെ കോയിൻ പർച്ചേസ് തരുവാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെബാസ്റ്റ്യൻ പീറ്റർ ബ്രോയും ഇങ്ങനെ റെഡീം കോഡൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ റെഡീം കോഡിൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റെഡീം കോഡ് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയതായിട്ട് എന്താണ് സംഭവം പിടുത്തമില്ലായിരുന്നു. യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലായത്. സോ ഞാൻ ഒരു ഗീവ് അവേ എന്തായാലും മുന്നേ ഞാൻ പ്ലാൻ ചെയ്തതാണ്, അത് ഉണ്ടാകും. അപ്പം അതിൻ്റെ മുന്നേ എനിക്ക് വീഡിയോയ്ക്ക് ഒരു റീച്ചും കാര്യങ്ങളും വേണം. പിന്നെ ഗീവ് അവേ നമുക്ക് 10 പേരും 20 പേരും അല്ലെങ്കിൽ 100 പേരാണെങ്കിൽ പോലും പാർട്ടിസിപ്പേഷൻ നടത്തുന്നത്. 100 പേര് മേ ബി ഒരു ചെറിയ ഗീവ് അവേ വേണേൽ ട്രൈ ചെയ്യാം, 100 പാർട്ടിസിപ്പേഷൻ വരുന്ന രീതിയിൽ. ബട്ട് ഒരു 200 to 300 അല്ലെങ്കിൽ ഒരു 500 പാർട്ടിസിപ്പേഷൻ നടത്തുമ്പോഴാണ് ഒരു ഗീവ് അവേ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? എന്തായാലും ഇപ്പോൾ എനിക്ക് അത്രയും റീച്ച് കിട്ടുന്നൊരു ടൈം ആകുമ്പോൾ ഞാൻ എന്തായാലും നടത്തും. ലൈക്ക് എനിക്ക് എങ്ങനെ പോയാലും നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ട്, നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ച വെച്ചോ ഒക്കെ ആയിട്ട് ഒരു ഗീവ് അവേ ഒന്ന് ആലോചിച്ച് നോക്ക്. വ്യാഴാഴ്ച ദിവസം തന്നെ ഒരു ഗീവ് അവേ, ആ കോയിൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കറക്കോ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതുണ്ടാകും. അതിപ്പോൾ ഉണ്ടാകില്ല, കാരണം എനിക്ക് വീഡിയോയ്ക്ക് കാര്യങ്ങളൊന്നും റീച്ച് ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഉണ്ടാവും. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് വെനസ്ഡേ റാങ്ക് പുഷിങ് ബേസിൽ ഞാൻ എന്നൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു കുറച്ച് കളികൾ നമുക്ക് കളിക്കാം. സോ MS-ന് ശേഷം ഞാൻ എൻ്റെ ഫോർമേഷനൊക്കെ ഒന്ന് മാറ്റിയിരുന്നു. പക്ഷേ അത് ഞാൻ ഒരുപാട് കളിച്ചു, ഒരു 20-25 കളിയോളം കളിച്ചു. എല്ലാം എനിക്ക് നല്ല അട്ടർ ഫെയിലറായിരുന്നു, ഭയങ്കര പാടായിരുന്നു. കാരണം ഈ ഫുട്ബോളിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ഒരു മാനേജറും ഒരു ഫോർമേഷനോ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ ഉറച്ചു നിൽക്കുമ്പോൾ എന്തുമാത്രം ഉറച്ചു നിൽക്കുന്നോ അത്രയും മനോഹരവും അത്രയും പുതിയ രീതിയിൽ നമുക്ക് ഡിസ്കവർ ചെയ്യാം എങ്ങനെയൊക്കെയാണ് ടാക്ടിക്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ നിന്ന നിപ്പിൽ ആൾക്കാരെയും ഫോർമേഷനെയും നമ്മുടെ പ്ലെയേഴ്സിനെ പോലും മാറ്റിക്കൊണ്ടിരുന്നാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പം ഞാൻ എന്തായാലും അത് ഞാൻ 4-2-1-3 എന്ന ഫോർമേഷനിലോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സ്ക്വാഡ്. ഈ മെസ്സി പോലും എൻ്റെ കറൻറ്റ് സ്ക്വാഡിൽ ഞാൻ സെറ്റ് ചെയ്ത് നോക്കി. എൻ്റെ സ്ഥിരം മെസ്സി ഈ മെസ്സിയാണിത് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ അതും മാറ്റിയിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഈ ഫുട്ബോൾ ലീഗ് നമുക്ക് കളിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ 1662 നോക്കട്ടെ. നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ 1800 അടിക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മളൊരു 5 to 6 വീഡിയോ കൊണ്ട് ഗെയിംസ് കൊണ്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും. കാരണം ഏകദേശം നമ്മളൊരു 1 മണിക്കൂറൊക്കെ ആവും തോന്നുന്നു ആ വീഡിയോ. നമുക്ക് പെട്ടെന്ന് തന്നെ കളിക്കാം. ഡ്രിബ്ലിംഗ് ഉണ്ട് വിൻസ്. സോ എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട്. ഐ എം സോ ഹാപ്പി. എങ്ങനെ പറയണമെന്നറിയത്തില്ല. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ വെറുതെ വരുന്ന പാക്സൊക്കെ ഞാൻ എന്തായാലും കറക്കും, അതിൽ ഒട്ടും പേടിക്കണ്ട. അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇറക്കുന്നതാണ്. ഒളിമ്പിക് ഡി മാർച്ച് ഉള്ളല്ലോ, സെക്കൻഡ് ഇച്ചിരി വെറൈറ്റി ആണല്ലോ. നമുക്ക് ഈ ഫോർമേഷൻ ഞാൻ ഫോർമേഷൻ മാറ്റി കളിച്ചതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്ന ഫോർമേഷൻ പോലും മാച്ചിനെ ഇത് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിയിരിക്കും. അപ്പം ഞാൻ എങ്ങനെയും തിരിച്ചു വരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചുമ്മാ ഫോർമേഷൻ അവൻ്റെ പീറ്റേഴ്സ് മൈക്കിൾ കാര്യമില്ല. അവൻ്റെ പിടിക്കുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ പീറ്റേഴ്സ് മൈക്കിൾ KKPP കിട്ടി പോയാൽ മട്ടിലുള്ള സേവിങ്ങാണ്. പിടിച്ച് പോയാൽ പോയി. അതാണ് എൻ്റെ പീറ്റേഴ്സ് മൈക്കിൾ. എനിവേ നമുക്ക് അവനെ പൂട്ടാൻ പറ്റുമോ നോക്കാം.
to you and welcome on this most perfect evening for a game of football to which we look forward immensely. It's hardly a surprise that everybody has come here in their droves, this being a fixture that has received so much coverage in the days leading up to it. And it's good to see that we have a good contingent of visiting fans by the look of it too. The atmosphere is amicable, the conditions do bring out the best in everyone, and I think we're all looking forward to a feel-good game. And expectations are rising and decibel levels are rising. എന്തോ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നു Feel കേട്ടോ. what football means to the people in this part of the world. We have already started here. We've seen that early. Used a certain sixth sense. എന്താണെന്നറിയില്ല, ഒരു ലാഗ് ചെറുതായിട്ട് ഫീൽ Looking to ചെയ്യുന്നുണ്ട്. orchestrate a counter. Nicely weighted ball. ഓഫ് സൈഡോ? എങ്ങനെ? Presumably for offside. അത് ഓഫ് സൈഡാണോ? അത് ഫ്രണ്ടിൽ റുട്രിഗർ കയറി നിൽക്കുന്ന പോലെ തോന്നി. എനിവേ നമുക്ക് നോക്കാം. കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. This was spotted. No way through. ബെല്ലിംഗ്ഹാം. Vinicius Junior. That's come loose. Shit. എന്താ മോനെ He's been off track. കൊള്ളാം. പക്ഷെ എന്തോ ഒരു പന്തികേതുണ്ട് ഡിഫൻസിൽ. ഞാൻ ഈ ടീം വെച്ചാണ് പിടിയിലോട്ട് കളിച്ചുകൊണ്ടിരുന്നത്. എന്തോ 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 ഒരു സ്ലോ ഫീല്. എല്ലാവരും ഉന്മേഷമായിട്ട് കളിക്കാത്ത ഒരു ഫീല്. Getting this one clear. Barcelona can start a counter here. Vinicius Junior. ഫിലിപ്പ് ലാം എടുത്തിരിക്കുകയാണ് ഗൈസ്. Saw that coming. Now it's Luis Suarez. Rudiger. Off target. പതിയെ കളിക്കുന്ന ടീമാട്ടോ. അവന് അത്ര ധൃതി പിടിക്കുന്നില്ല. ആക്ച്വലി അത് നല്ലൊരു പരിപാടിയാണ്. അതിന് ബോൾ കൂടുതൽ കളയാൻ. നമ്മളാണ് കുറച്ച് ധൃതിക്കാണ് കളിക്കുന്നത്. വിടരുത്. ക്രിസ്ത്യാനോടെ മുന്നിൽ കൂടെ പോകരുത്. ഡെംബലെ വണ്ടി കിട്ടി. സുവാസിന് കൊടുക്കാം. ഫിലിപ്പ് ലാം. അയ്യോ, കോർട്ടെ ഫിലിപ്പ് ലാമും കൂടെ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഫിലിപ്പ് ലാം ട്രോഫി ഓണോ കോസ്റ്റക്കോട്ട്. എന്നാൽ എനിക്ക് കൊണാമിയുടെ ടാങ്ക്സ് തരണം. അവർ ഫ്രീ ആയിട്ട് കിടിലം കാർഡ് വന്നിരിക്കുന്നു. കാണല്ലോ അത് സമയം കിട്ടുന്ന ഡിഫൻസാണ്. യെസ്, അണ്ണൻ വാൻ ബൂട്ടൻ അണ്ണൻ അടിച്ചു ഗൈസ്. 197 ഹൈറ്റ്. ഹെഡിങ് ഉണ്ട്, ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ട്. നടന്നില്ല. ഓൺലൈൻ മാച്ചിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഡ്രിബിൾ ചെയ്യാൻ. അല്ല, മേ ബി നിങ്ങൾ സ്കിൽ ഇഷ്യൂ എന്ന് പറയുമായിരിക്കും. ഞാൻ അത്ര ഡ്രിബിൾ ചെയ്യുന്ന പ്ലെയർ അല്ല. ഞാൻ ഈ പാസും ത്രൂയിട്ട് കളിക്കുന്ന അങ്ങനെ ശീലിച്ചാണ്. ചിലവർ തുടക്കത്തിൽ തന്നെ ഡ്രിബിളിങ് ശീലിച്ചവരുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല നല്ല ഡ്രിബിൾ ചെയ്യാൻ. അങ്ങനെയുള്ളവർക്ക് നെറ്റ്വർക്ക് നല്ലോണം വേണം ഡ്രിബിൾ ചെയ്യാൻ വേണ്ട പ്ലെയേഴ്സ്. പോയി നല്ല ഡിഫൻസാണ്. സെപ്റ്റംബർ ഇന്റർസെപ്ഷൻ വന്നായിരുന്നു. നോക്കാം. ഓ ഞാൻ ഒരു ബ്ലെക്സ് സ്കെയില് ട്രൈ ചെയ്ത് നോക്കിയതാ. പാളിപ്പോയി. എന്തായാലും നോക്കാം. കുഴപ്പമില്ല, അവൻ നല്ല കളിക്കുന്നുണ്ട്. നമ്മൾ ഡിഫൻസ് നല്ലോണം നോക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് നോക്കാം. അടുത്ത സെക്കൻഡ് ഹാഫ് എല്ലാം കംബാക്കിൻ്റെ സാധനമാണ്. സെക്കൻഡ് ഹാഫ് എങ്ങനെയും കൂട്ടണം. കളി അയ്യോ
You can place more emphasis on stretching their advantage without necessarily making things defensive. അത്ര ഒത്തില്ല. ഞാൻ ആ ഡൊമിനിക്കിൻ്റെ കയ്യിൽ എത്തിക്കാനും നോക്കി. അതാ പീറ്റർ സ്മൈക്കിൾ, താങ്ക്സ് ബ്രോ. ഇത്തവണ എൻ്റെ പീറ്റർ സ്മൈക്കിൾ സേവ് ചെയ്ത്. സാധാരണ അങ്ങനെ അല്ല. നോക്കാം, ഇവിടെ പീറ്റർ സ്മൈക്കിൾ സേവ് ഉണ്ടാവും. എടാ റൂമിനിക്ക് ലെജൻഡിൻ്റെ ഒരു പ്രശ്നം അതേ ഉള്ളൂ. ഓടും റണ്ണെടുക്കും, പക്ഷേ ഫിനിഷിങ് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആണ്. നമ്മൾ വെച്ച് കറക്റ്റ് അടിച്ചാൽ കിഡിലായിട്ട് അടിക്കും. അയ്യോ ക്ലിയർ ചെയ്യാം. ഇല്ല പോയി. നമുക്ക് അവിടെ രണ്ടുപേരും കൂട്ടേടിയാണല്ലോ. ക്ലിയർ ചെയ്തിട്ടുള്ള നന്നായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വൺ ടൈം കൂട്ടിനകത്ത് ഡൊമിനിക് അടിക്കോ ഗൈസ്. യെസ് MSN പോലത്തെ പോകും. പക്ഷെ MSN അല്ല ഇവിടെ ഫിലിപ്പ് ലാമിൻ്റെ ഇതാണ്. ഫിലിപ്പ് ലാമിൻ്റെ ടച്ചാണ്. ഫിലിപ്പ് ലാം ആരാണ് ക്ലിയർ നമ്മൾ വെച്ചോണ്ടിരിക്കേ വേണ്ട. സുവാറസ് അയ്യേ, ഞാൻ ഉദ്ദേശിച്ചത് അവൻ ലെഫ്റ്റ് ലെഗിന് കയർവ് ചെയ്ത് ഇടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ റൈറ്റ് ലെഗിന് ഒരുമാതിരി പവർ ഇല്ലാത്തൊരു ഷോട്ട് അടിച്ചു. അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിക്കുന്നവരെല്ലാം പോലെ കളിക്കണമെന്നില്ല. ക്ലിയർ ചെയ്തിട്ടുള്ള 55 മിനിറ്റായി. നമ്മൾ സബ്ബൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. ഞാൻ നല്ല ഡിഫൻസീവായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പം. റൊട്ടി എണ്ണ സമ്മതിക്കുന്നില്ല. ഞാനുള്ളപ്പോൾ പന്തി പോലും കൊണ്ടുപോകും. യെസ്, ജയിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മൈക്കിൾ അണ്ണൻ എനിക്ക് ഈ ഫുട്ബോളിൽ കാര്യത്തില്ല, അതാണ് പ്രശ്നം. നമുക്ക് അടുത്ത കളി ഇടാം. ഈ ഫുട്ബോൾ 24 ഗോൾ കീപ്പേഴ്സ് ഒക്കെ കിടുമായിരുന്നു. കോർട്ടുവ, ഒലിവർ കാൻ, ഏറ്റവും മെയിൻ ആയിരുന്നു പീറ്റർ സ്മൈക്കിൾ. അതുകൊണ്ട് ഇത്തവണ പീറ്റർ സ്മൈക്കിൾ ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്ത്. അപ്പോൾ എന്തായി 25 അതിൻ്റെ പവറും കുറച്ച്. ഞാൻ ഒരുപാട് മെയിലൊക്കെ സെപ്പറേറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ കൊണാമിക്ക്. ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പ്ലെയറിൻ്റെ പെർഫോമൻസ് ഇല്ല പിന്നെ എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ആര് കാണൂല്ലോ ഒന്നും അറിയില്ല. നമ്മുടെ ഒരു സമാധാനത്തിന് ഡിസംബറിൽ 5-ാം തീയതിയിലെ അപ്ഡേറ്റിലെങ്കിലും ഗെയിം പ്ലേയുടെ കുറച്ച് കാര്യങ്ങളൊന്നും അറിയാൻ മതിയായിരുന്നു. ഗെയിം പ്ലേ ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല. ഗോൾ കീപ്പേഴ്സിനൊക്കെ പവർ കൊടുക്കണം. എന്തൊരു സ്റ്റാറ്റ്സ് ഓരോ ഗോൾ കീപ്പേഴ്സിന്. ഇപ്പോൾ ഒബ്ലാക്കിന് എൻ്റെ സബ്ബിൽ കിടക്കുന്ന ആ ഒബ്ലാക്കിൻ്റെ സ്റ്റാറ്റ്സ് ഒന്ന് കാണണം നിങ്ങൾ. 101 വരുന്ന ആ ഒബ്ലാക്ക് പോട്ടെ. സ്മൈക്കിള് ഒക്കെ ഇവർ വെറും നോർമലാണ് സേവ് ചെയ്യുന്നത്. വെറും നോർമൽ. പണ്ടത്തെ സ്മൈക്കിളൊക്കെ ഉണ്ട്, എങ്ങനെ അടിച്ചാലും പിടിക്കും. കൊതി തോന്നും അങ്ങനത്തെ ഒരു കാർഡ് കൈ കിട്ടാൻ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓള് കാണാം. സാലിബ ഹോം ഔട്ട്, കുഴപ്പമില്ല. വാൻഡൈക്കിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇരിക്കട്ടെ. എംബാപ്പെ, ഹാളണ്ട്, ഇത് മതിയല്ലേ. അവരുടെ ഒപ്പോണ്ട ടീം നോക്കാം. എൻ്റെ പഴയ അല്ലല്ല ഒരു AMF, എൻ്റെ പഴയത് LMF RMF ആയിരുന്നു. പഴയ സ്കോഡ് ഇങ്ങനെയായിരുന്നു. അവിടെ എൻ്റെ സെയിം ടാക്ടിക്സ് SS, ഫിനോമിനൽ ഫിനിഷിങ്. പക്ഷേ ഡീപ് ലൈൻ ഫോർവേഡാണ്. ഒബ്ലാക്കാണ്, കുഴപ്പമില്ല, നമുക്ക് ഗോൾ അടിക്കാം.
സ്ക്രിപ്റ്റിംഗ് ഉണ്ടാവും. അവൻ്റെ ബ്ലാക്കിന് പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിവേ ലെറ്റ്സ് ഗോ. ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ചാനലൊന്ന് കുറച്ച് ഗ്രോ ആവട്ടെ. Good evening to you and welcome on this most perfect evening for a game of football to which we look forward immensely. It's hardly a surprise that everybody has come here in their droves, this being a fixture that has received so much coverage in the days leading up to it. And it's good to see we have a good contingent of visiting fans by the അവൻ്റെ കിക്ക് ഓഫ് അല്ലേ? കിക്ക് ഓഫിന് ഓടിക്കാൻ പറ്റും. It is amicable, the conditions do provide the best for everyone, and I think we're all looking forward to അയ്യോ കിക്ക് ഓഫ് കാരൻ വന്നേ. അയ്യോ കിക്ക് ഓഫ് സ്മൈക്കിൾ താങ്ക് യു ബ്രോ. Yeah, he was well placed to deal with that. അവന് എന്ത് ഒരു എഴുന്നേറ്റ് വാടാ തോരപ്പ. These two want to come off second best. Yet another interesting duel this. പരിപാടി നടന്നില്ല. ഞാൻ ബ്ലിസ്കറിൽ അടിക്കാൻ വേണ്ടി നോക്കിയതാണ്. എടാ ഓക്കെ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഒറ്റയ്ക്കായി പോയാലും പക്ക ഓഫ്സൈഡ്. ചില സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് ഇവർ നമ്മുടെ പ്ലേയേഴ്സ് അകത്തുണ്ടെങ്കിൽ പോലും ഓഫ്സൈഡ് വിളിക്കാറുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വാറോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചെക്ക് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ട്. കുറച്ച് കുടിലം പ്ലെയറാണ്. ലാഗ് മച്ചാനെ വല്ല ഉടായ്പാണ് അടങ്ങിയിരുന്നു കേട്ടോ. ലാഗ് പരിപാടി നടക്കത്തില്ല. കളിക്കാൻ അറിയില്ലെങ്കിൽ എത്തിട്ട് അടിച്ചോണം. കുറെ എണ്ണങ്ങളുണ്ട്. എൻ്റെ കൂട്ടുകാരും പറയുന്നുണ്ടായിരുന്നു അവനെങ്കിൽ ലാഗ് അടിപ്പിച്ചിട്ട് അവൻ്റെ കളി മൊത്തം നശിപ്പിക്കുകയാണ്. കായികവാർത്ത 190 ഹൈറ്റൊന്നും ഉണ്ടല്ലോ. എൻ്റെ ഹെഡിങ്ങിനൊക്കെ പ്രോബ്ലംസ് വരുന്നില്ല. പിന്നെ നമ്മൾ ഫിനിഷിംഗ് ഒക്കെ ഉള്ളതല്ലേ. എടോ കൊള്ളാം നോക്ക്. വാൻഡേ ബൂട്ടൻ ടച്ചോമിനി എന്ത് കാണിക്കുന്നതാണ്. ടച്ചോമിനൊക്കെ അയ്യോ പണ്ട് പോട്ടെ അതുകൊണ്ട് നിൽക്കുന്നു. കാല് വെച്ചാൽ തീരാത്ത പ്രശ്നവും ഒരിക്കലും കാല് വെച്ചതിൽ ഉപയോഗിക്കും. അതൊരുമാതിരി ഗോളായിപ്പോയി. അത് മീൻസ് അവൻ അടിച്ചതൊക്കെ നല്ല ഗോളാണ്. പക്ഷേ എൻ്റെ പ്ലേയേഴ്സ് ഒന്നും ചെയ്യുന്നത് തന്നെ. യെസ് ആ സെലിബ്രേഷൻ പോടായിരുന്നു. ഡൊമിനിക് മെസ്സി സുവാറസ് അപ്പോൾ Just so calm under pressure, and he managed to fashion a fine finish. Suarez demonstrated great strength there. I mean, he really had to hold his man off and just do enough to get the shot away. അതെല്ലാം സാധാരണ കീറും അങ്ങനത്തെ. ഞാൻ ആ ഗോൾ കീപ്പറിൻ്റെ നിലവാരം അനുസരിച്ചാണ് ആ ഷോട്ട് വെച്ചത്. അല്ലെങ്കിൽ കെർവ് കൊടുത്തന്നെ. ചെറിയ കെർവുണ്ടല്ലോ തൊട്ടിടുന്നത് അത് ചെയ്യാനൊക്കെ ഷോട്ട് പിടിച്ചത്. അത് ഉബ്ലാക്കിന് സീവ് കാണുമ്പോൾ നോക്കും. ഉബ്ലാക്ക് സീവ് ചെയ്ത് നോക്കും. എന്തായാലും ഉണ്ടല്ലോ ഉബ്ലാക്ക്. ഇതൊന്നും പറയാനില്ല. സൂക്ഷിക്കണം. അവൻ അറ്റാക്കിന് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എംബാപ്പെ വെച്ചൊരു ക്രോസ് എടുത്തില്ല. അത് ഉറപ്പാണ്. വീട്ടിൽ പോടാ. എടാ എന്ത് പൊട്ടത്തരാണ് കാണിക്കുന്നത്. പണി തരില്ല കേട്ടോ. ഒരു തരത്തിലാണ് ഗോളൊക്കെ കയറിയാണ്. പക്ഷെ നമുക്ക് 2 ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടിയാണ്. കമ്പാക്ക് അടിക്കാണ്ട്. അയ്യോ ഞാൻ മണ്ടത്തിലാണ്. അതാണ് ഡോണ്ട് ഗെറ്റ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. സ്ക്രിപ്റ്റിംഗ് തീരുമാനിക്കും ഏത് കാർഡ് എങ്ങനെ നല്ലത് കളിക്കണമെന്ന്.
ചാടി നിന്നാ കളിക്കുന്ന കേട്ടോ. Gently done. That pass isn't the best. And the counter-attack is on for Barcelona. എൻ്റെ കായ പാർട്സ് നല്ല ചാടി നിന്നാ കളിക്കുന്നത്. ഈ ഡ്രൈവ് After the first half, there has been from അയ്യോ ഗൈസ്, എന്നാലും നമുക്കൊരു ചാൻസ് കിട്ടുന്നുണ്ടോ കണ്ടറിയില്ല. ബാക്കി measure, neither looking overly under pressure from the other. And at the break, glass half full, half empty. കേരള സുവാരസ് Anything you'd like to express on the first half? എടാ That scoreline, I just thought the second ഞാൻ half അത്യാവശ്യം നല്ല രീതിയിൽ പാസ് ഉണ്ട്. pulsating stuff. So they've gone for the break with nothing to separate എൻ്റെ them. പൊന്നും മോനെ പണി തരല്ലേ. Already up and running for the second ഇത് half. എടുത്തതാ ഇവൻ്റെ അടുത്ത് വെച്ചോണ്ടിരിക്കുന്ന സേഫ് അല്ല. ഇത് നന്നായിട്ട് ഷോർട്ട് പാസ് ചെയ്യുന്നുണ്ട്. Immediate danger. Dribbles it through. ഓ അത് മെസ്സിക്ക് ഒന്ന് കയറി കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. It's കാര്യമില്ല. Messi. So what can they make of this? Messi! ഓ Full marks for that effort. Oh, I guess he tried one of his specials. ഇച്ചിരി കൂടെ താഴ്ത്ത് ഇറക്കിയിട്ട് പറ്റില്ല. നല്ലതായിട്ട് അറിയാം. അത് കറക്റ്റ് ഗോളായിരുന്നു. ഇച്ചിരി കൂടെ താഴ്ത്ത് ഓടിച്ചിട്ട് ഞാനത് കുറച്ച് ഓടിയില്ല. അപ്പം അടി കണക്കായില്ല. Ages and forces him off the ball. It's Messi. സെയിം ഓട്ടം തന്നെ പിന്നെ നോക്കി അവൻ മനസ്സിലാവും കേട്ടോ. Havertz. അയ്യോ അവാസത്തേക്ക് എടാ ശേ, ഇതെന്ത് വെറുതെ അടിക്കുന്നവൻ ഗോള് കയറണോ? എന്തൊരു കഷ്ടമാണ് ഗൈസ്. ശേ Well, I think there's a few trying to claim offside, but he looks to have been on. Yeah, he was on. ആരെ ഇറക്കും? ചേടാ Substitution on the field. Number 22. Number 7. So, time for changes. On both sides, മിനിമം actually. സമനിലെങ്കിലാണ് Celtic captain believe. അവിടെ കളിക്കണം. അനേകം കളിക്കണം എല്ലാവരും. That's what has to be done now. അവൻ്റെ പൊലാ മെസ്സിനെ വെച്ചേക്കാ ചാൻസ് കിട്ടിയിരുന്നു. മര്യാദ അടിച്ചിട്ട് സമനിലെങ്കിലായിരുന്നു. Look about them here. Well, the question now is whether ഇതൊക്കെ they can റണ്ണെടുക്കണം. sustain it. മെസ്സി 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 Oh, he's through the middle. He's had it. യെസ് കൂടാൻ പറ്റും. A game of thrills. All ആ റിബറി വെച്ചുണ്ടാക്കിയിട്ട് വലിയ ആളാണ് വിചാരിക്കുന്നത്. Yeah, and അത് അസാഡിൻ്റെ അടുത്താണ് കളി. take the back seat to the importance of a committed reaction. This is wonderful to watch. പെട്ടു. That really is quite fabulous. അയ്യോ Torres! ഓ റിഷൂട്ട് Terrific effort just off എൻ്റെ വാൻഡേ ബൂട്ടിനെ സത്യം പറഞ്ഞാൽ അടിപൊളി സെൻറ്റർ ബാക്കാണ്. പ്രശ്നം അയാളുടെ എന്താണെന്നറിയോ? നിന്ന് തിരിയുന്ന പ്രശ്നമാണ്. ലാഗ് ഉണ്ട് നിന്ന് തിരിയുന്നത്. അയാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല. അതാണ് വാൻഡേ ബൂട്ടിൻ്റെ ഒരു പ്രശ്നം. അവിടെയാണ് ഇവൻ്റെ അഡ്വാൻറ്റേജും വരുന്നത്. Played out to the left flank. Eto'o. അടി Oh, that's a fine interception. ക്രോസിട്ടാലും മതിയായിരുന്നു. Musiala. ഇറക്കിക്കോ മാക്സിമം ഇറക്കിക്കോ. ഇവന് Good spot, he's seen the run. Bumps it off in and wins back the ball. Well, they deserve an awful lot of credit for their commitment to the cause, but it's a goal credit that would be most welcome now. Oh, that's a key interception. And it's played forward. Celtic can pass their way. അവൻ നല്ല അവൻ എന്ത് എനിക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ചാൻസ് ആക്കി എടുക്കും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ്റെ സൈഡിൽ നിന്ന്. It's his അച്ഛൻ pass നാല് away. ചെറിയ You wonder if that's it now, but there may be one more opportunity, Fair. Peter, for a late Fair. save here. And here's Eto'o, Bellingham. ഗോളടി പ്ലീസ്. യെസ് കം ബാക്ക്.
It means you go back. Terrific header. He met that with aplomb. Oh, Yeah, but I think no. most of the credit has to go for the ball into the box, Peter. Just came in at the perfect time and the perfect angle. And now he has two. Yes. And there goes the final Guys, whistle. ഇതാണ് പ്യുവർ What a കംബാക്ക്. terrific response it was to adversity. ഇങ്ങനെ വേണം What a comeback. fantastic game from those players. What unity, what joy. That അയ്യോ. was so very, very good. ഒരു comeback വിളിച്ച Taking in the accolades, having been named man of the match, and deservedly so. ഫ്രാങ്കിനെ കൂടെ കൊണ്ട് അടിച്ച So a ഗോള്. dramatic game. അങ്ങനെ കേസ് നമ്മൾ 1700 റേറ്റിങ്ങിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടേ? നമുക്ക് 800 എടുക്കാൻ പറ്റുമോ നോക്കാം. ചിലപ്പോൾ അടുത്ത കളി കൊണ്ട് നമുക്ക് ഡൗൺ ഗ്രേഡ് വരാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ കൊണാമി സ്ക്രിപ്റ്റിംഗ്. കൊണാമി സ്ക്രിപ്റ്റിംഗ് തീരുമാനിക്കുന്നത് നമ്മൾ എപ്പോഴാണ് 1800 എത്തേണ്ടത്. ഇത്ര കളികൾ കളിച്ചിട്ട് തോക്കണം, ഇത്ര കളികൾ ജയിക്കണം, അങ്ങനെയായിട്ട്. അത് നല്ല പ്രോബ്ലംസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ടോം ബോയ് ഒക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് സ്ക്രിപ്റ്റിംഗ് വലിയതായിട്ട് നടക്കത്തില്ല. ഇത്രയും സ്ക്രിപ്റ്റിംഗ് വന്നാലേ സമന്നില്ല, ഒരു ഗോളിൽ തോൽവിയൊക്കെ വരുള്ളൂ. നമ്മളെപ്പോലുള്ള സാധാ പ്ലേസിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോട്ട് എങ്ങനെയും കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് മുകളിലോട്ട് പോകും, ഗോള് കയറില്ല. അവൻ്റെ സാധാ ഷോട്ട് ഗോള് കയറും. നമ്മുടെ എപ്പിക് മൈക്കിൾ പൊട്ടത്തരം കാണിക്കും. ഒക്കെ എനിക്ക് കുറേ അനുഭവങ്ങളാണ്. മൈക്കിൾ അത്ര ബ്ലാക്ക് ഫുൾ ഫോം ഇറക്കണം. 89, 88, 89, 90, 94, 95, 96. വേണ്ട, മൈക്കിൾ എടുക്കട്ടെ. സുവാരസ്. ഓക്കെ. ഓ മൈ ഗാഡ്. ഇനി ഇൻസാഗിക്ക് സൂപ്പർ സബ് കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഇൻസാഗി. അവിടെ മോനെ പുയോൾ എൻ്റെ ഉണ്ട്. എൻ്റെ ഗോൾ കീപ്പേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഉള്ള കെച്ചല്ല, ഐ മീൻ ന്യൂവർ ടെസ്റ്റൊക്കെ ഓർഡറൊക്കെ ആ കാർഡ് നല്ലതായിരുന്നു. 24 നല്ല പവർ കാർഡാണ്. ഇപ്പോൾ വേസ്റ്റാണ്. അത് അവരുടെ ചുമ്മാ ഒരു പവർ മാറ്റി കളിക്കുക. പിന്നെ ടെർസ്റ്റഗനെ ഞാൻ മനസ്സിലാക്കി. ടെർസ്റ്റഗൻ സംടൈംസ് മേ ബി ഗുഡ്, സംടൈംസ് ചിലപ്പോൾ ഫുഡിൻ്റെ സേവ് ആണ്. നമുക്കെന്തായാലും ഇവിടെ നമ്മുടെ കിക്ക് ഓഫ് ആണ്. കിക്ക് ഓഫിൽ അടിക്കാൻ പറ്റും. യെസ്. സേവ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓടിയിട്ട് അടിച്ചാൽ മതിയായിരുന്നല്ലേ. ഞാൻ മാസ് കാണിക്കാൻ നോക്കിയത്. അതുകൊണ്ട് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. മണ്ട എന്താണ് അങ്ങനെ കാണിച്ചത്? താഴെയാടെ നിറ്റ് കാര്യമില്ല. ഇപ്പൊ നമ്മൾ 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടൈമിൽ തന്നെ. ലെറ്റ്സ് സീ ദ റെസ്റ്റ്. അവന്റെ ഹിസ്റ്ററിയാണോ എൻ്റെ ഹിസ്റ്ററിയാണോ? അവൻ കളി പറഞ്ഞു. ആ കെർവ് അവൻ ഡിഫെൻഡ് ചെയ്തു. അമ്മയ്ക്കാണ് എല്ലാ തവണ എൻ്റെ കയ്യിൽ പോകുന്ന ഡിഫൻസ് കെർവാണ്. പ്ലെയർ ഒരു കെർവ് ഇട്ടാൽ പോയി. ഇവിടെ പോകും. ഞാൻ പേടിക്കണം. അത്രേ ഉള്ളൂ സ്മൈക്കിളെ. പക്ഷേ കോർണർ അത്ര അപകടമാണ്. നമുക്കറിയില്ലല്ലോ ഒപ്പോണൻസ് ഹൗ ഡു യൂസിങ് ദ കോർണർ ചാൻസസ്. നമുക്ക് ചത്താലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇടി അത്രേ ഉള്ളൂ. ഹെഡിങ് ഇല്ല മെസ്സിക്ക്. അത് നല്ലതും കാര്യമില്ല. ഫിലിപ്പിലാം കുഴപ്പമില്ല. റോബർട്ടോ കാർലോസ് നല്ല ക്രോസ് ആയിരുന്നു. പക്ഷെ ഹെഡിന് കറക്റ്റ് ഇത് നിൽക്കാനൊന്നും ആരുമില്ലായിരുന്നു. സുവാരസ്. ഇത് പോസ്റ്റ്. കമോൺ.
You can do it, man. himself a big nuisance in applying the pressure to force the error. Inzaghi, Fernando Torres, Ayyo. and Torres! എൻ്റെ മോനെ ക്രിസ്ത്യൻസ്. Oh, that is very close. Oh, the technical control was exquisite. The total attempt അവനും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. exasperating. ഇത് ഹെഡ് മെസ്സിക്കായിരിക്കും പോകുന്നത്. ഹെഡ് വിന്നിങ് ഇയർ. Inzaghi was steaming forward. ക്ലിയർ Well, he got rid because he was under pressure. Filippo Inzaghi, well, he was given the time and room initially to hold on to the ball, but eventually he was squeezed that bit hard. Oh, that wasn't far away. Keeper felt he had that covered. Some of the crowd were less convinced. It was really well drilled. ഇയാൾക്ക് ഞാൻ പോസ്റ്റ് പിടിച്ച് അങ്ങോട്ട് മാറ്റി തരണം. കഴിഞ്ഞ കളി ഇത് തന്നെ. ഒന്ന് ചെക്ക് കണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തീയാണ്. ലിസ്കറിലും നടക്കത്തില്ല. അതും പിടിക്കും. അല്ല, അത് 98 റീച്ചായി അപ്പോൾ അത് പിടിക്കും. പക്ഷെ എൻ്റെ പൊന്നു റൂമിലേക്ക് ഞാൻ ഇതിൽ പോലെ ഞാൻ എത്ര ചാൻസ് ഉണ്ടാക്കി തരാണ്. പ്ലീസ്. ഓ, അവിടെ ഉണ്ടോ? ഞാനാണോ? ആ, അതെ അറിയാണ്ട് പെട്ടെന്ന് ഗോൾ കീപ്പറുടെ ഉരുട്ടിട്ടെ. ഓ, സീരി വീഡിയോ കാണിച്ചില്ല. ഇങ്ങനെ മരത്തിൽ എൻ്റെ റൂമിലേക്ക് 2 ചാൻസ്. എന്താണ് ഓഫ്സൈഡോ? സുവാറസ് ചെറിയൊരു ഗുമ്മോറോ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് സ്കിൽ ഇഷ്യൂ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഗെയിം പ്ലേക്ക് ചേരാത്തൊരു ഫീൽ തോന്നുന്നുണ്ട്. ഞാൻ ട്രൈങ് ടു ഫിറ്റ് സുവാറസ് ടു മൈ സ്പോട്ട്. ഏറ്റവും വീക്കാണെങ്കിൽ ഒന്നും നോക്കാൻ എടുത്തിട്ടാൽ മതി. കാരണം ഏറ്റവും ആ ഒരു 3 കളിയാണ് ചുമ്മാ റണ്ണെടുക്കുക, ഗോളടിക്കുക. സുവാറസ് കുറച്ച് ടെക്നിക്കൽ കളിയാണ്. ചാൻസ് കൊടുക്കല്ലേ. നൈസ്. അപ്പോൾ നമ്മുടെ ഡൊമിനിക്കിൻ്റെ എപ്പിക് കളി കാരണം നമുക്ക് ഗോളൊന്നും കിട്ടാണ്ട് പോയി. അയ്യോ, എനിക്ക് ആലോചിച്ചിട്ട് തന്നെ മോന്ത വിളിച്ചിട്ട് ഇല്ലാത്തുണ്ട്. മറ്റേ താങ്കളുടെ റിവ്യൂവിൽ പറയുന്ന കണക്കിന് Barcelona may probably be feeling a little aggrieved about not capitalising on such a bright start. ഇതാണ് പക്ഷെ കോർണർ ഞാൻ വലിയ ഹാപ്പിയാണ്. ചിലർക്ക് കോർണർ വൃത്തിയായിട്ട് അടിക്കാൻ അറിയാം. ഭയക്കണം കോർണർ. കുഴപ്പമില്ല, അങ്ങോട്ട് പോയാലും വലിയ സീനൊന്നും എത്ര ഉള്ളു. ഓട് 90 സ്പീഡുള്ളതല്ലേ. അത് കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു കേട്ടോ. നല്ല ത്രൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓടിക്കും ഡക്കുമ്പോൾ ഓടിക്കും. അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് ഇടുക, എന്നിട്ട് നീട്ടി അങ്ങോട്ട് ഇടുക. ഇടിയാൻ ആരും പുയോളല്ലേ. അറിയാല്ലേ കുറച്ച് ഡിഫൻസ് ഫീൽ. Breakthrough and well into the second period, it is still anyone's game. Filippo Inzaghi, and here's Torres. He's got the wrecked here. He's played it through, and he's lost his man. Good run, lovely take, but that is where it stops. Well, there are a few pockets of space that are being exploited, and they need filling, and fast. ഗൈസ്, ഒരു കോള് വന്നായിരുന്നു, അതാണ് വോയിസ് പോയെന്ന് തോന്നുന്നു. ഗെയിം പ്ലേയുടെ ഇടയിലാണ് ഞാൻ.
രണ്ടും കൽപ്പിച്ചുള്ള കളിയാണ്. ഓടി എടാ റൂമിനിക്ക് എന്ത് ഇങ്ങനെ കളിക്കുന്നത്? Strong running down that left flank. It's a decent clearance. Oh, super ball. Yes! Oh! Let's go! Super smooth goal. Beautiful manoeuvring of the ball. Let's freaking go! അപ്പോൾ നമ്മൾ ഈ കളി ഗോൾ ലീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സബ് ഇറക്കാൻ പറഞ്ഞു. അങ്ങോട്ടല്ല, അത് കിട്ടിയിരുന്ന സീനായിരുന്നു കേട്ടോ. റൊമനിക്കിൻ്റെ കയ്യിലോട്ട് ആ പാസ് ബെക്കാമിൻ്റെ നല്ലതായിരുന്നു. നല്ല എനിക്ക് ബെല്ലിംഗ്ഹാമിൻ്റെ ലെഗ് കവറേജ് കൊള്ളാം കേട്ടോ. ഉദ്ദേശിച്ചൊരു പരിപാടി കിട്ടിയില്ല അവൻ്റെ അടുത്ത്. അടിക്കാൻ പൊളിക്കാൻ നമുക്ക് കിട്ടിയില്ല. ലെഫ്റ്റ് ലെഗ് മെസ്സി, സോറി റൈറ്റ് ലെഗ് ആണ്. എന്നാലും റൈറ്റ് ലെഗിൽ ഡീസൻറ്റ് കയറി പോലും ചെയ്യില്ല. ഗ്ലിച്ചറിന് സ്കില്ല് വന്നുള്ള പ്രശ്നം. യെസ്, എനിവേ നമ്മൾ മൂന്നാമത്തെ കളി ജയിച്ചിരിക്കുന്നത്. തേർഡ് മാച്ച് ഓൾസോ നമ്മൾ കോൺകറിങ് ആയിരുന്നു. 11 ഷോട്ടൊക്കെ ഉണ്ട്. 1732 എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് തോറ്റിട്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. ആലോചിക്കുമ്പോൾ നോക്കാം. 1800 വരെ നമുക്കൊരു കാര്യം, 1800 വരെ നോക്കാം. എങ്ങാനും മൈനസ് അടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. കാരണം പതിയെ കയറ്റിയാൽ മതി. സമയമുണ്ട്. 5-ാം തീയതി വരെയാണെന്ന് തോന്നുന്നു, ഡിസംബർ. ഇത്രയും ദിവസം കൊണ്ട് പതിയെ കളിച്ച് എങ്ങനെ 1800 ഈസി ആയിട്ട് കയറും. ഞാൻ ഓൾറെഡി ഡിവിഷൻ 1 3 എന്തോ അടിച്ചിട്ടുണ്ട്. 23-ലാന്ന് തോന്നുന്നു ഫസ്റ്റ് അടിച്ചത്. 24 2 അടിച്ച്. ഞാൻ പിന്നെ അധികം കളിക്കാറുമില്ല. ഇപ്പോഴാണ് ഞാൻ ഈ ഫുട്ബോളൊന്ന് ആക്റ്റീവായത്. പിന്നെ BGMI ഒക്കെ കളിക്കുമായിരുന്നു. BGMI ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് കളിക്കാറുണ്ട്. ഇപ്പോൾ പുതിയ ഇവൻ്റൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടോളൂ, കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടയ്ക്കിടാം, ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ. ഞാൻ വലിയ പ്രോയൊന്നും അല്ല, താല്പര്യമില്ലാണ്ട് കളിക്കും. ബെല്ലിംഗ്ഹാം 90 സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൽവാർഡേ നല്ലതാണ്. ഓടി നടന്ന് പട്ടിപ്പണി എടുക്കാൻ ആളാണ്. എനിവേ ലൂയിസ് സുവാറസ് ഒക്കെ ഫോമാ, മെസ്സി ഫോമാ. ഇങ്ങനെ ഇരിക്കട്ടെ, സബിൽ വല്ലതും ഇറക്കാം. ഇതെല്ലാം ഒരേ ടാക്ടിക്സാണ്. അതിതാണ് ഈ ഫുട്ബോൾ 25-ല്. അത് ഈ ഫുട്ബോൾ 24-ലെ ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. അത് തീയായിരുന്നു. അതിപ്പോൾ നടക്കില്ല. ഇപ്പോൾ ഈ ഫോർമേഷൻ ഒക്കെ നടക്കുന്നത്. As you can see, there's been a terrific atmosphere here. There is great expectation, excitement, and it has built nicely in these idyllic conditions which are certainly playing their part in creating a glorious ambience. It's quite a struggle to get in here, points of access hard to come by, and an awful lot of people gathering to get through the gates. But regardless of that, there's a great feel here and much excitement for the game ahead. And nobody in this atmosphere can hide from the truth about how much this game matters. The big names earn their reputations for precisely the reason we've just seen. They have a habit of making their presence felt, and here we are, early stages. Just so calm under pressure, and he managed to fashion a fine finish. David's demonstrated great strength there. I mean, he really had to hold his man off and just create enough room for him to be able to get the shot away. And I think it's just top play.
Barcelona trail at this early stage. ഫിസിക്കൽ കൊണ്ട് ഞാൻ എൻ്റെ മറ്റേ മെസ്സിനെ മിസ് ചെയ്യുന്ന ഈ സ്ഥലത്ത്. അർജന്റീനയുടെ എപ്പിക് മെസ്സി Looking to pass their way through. അതാണെങ്കിൽ ഇടിച്ച് നിന്നാൻ And here's Owen. ഇവിടെ തെറിച്ചിട്ട് Now it's Forrest. ഓ നൈസ്. Can't be expected to deliver anything better than that. This is heroic keeping. Rummenigge is onto it in a flash. Well, the boss won't be happy about that at all. They were pedestrian in possession and carried almost no threat at all. ടാക്ടിക്സ് ഏകദേശം സെയിമാണ് എൻ്റെ അവൻ്റെ. That was a good alertness. അവൻ ഡിഫൻസ് കവർ ചെയ്യുന്ന എല്ലാം കൂടുതൽ. Really അവൻ can't എത്ര go പേര് chasing this ഡിഫെൻഡ് ചെയ്യാൻ game too soon. Any rash decisions now could see them lose it. Bellingham, Davids. എഡ്ഗർ ഡേവിസിനും അവൻ ആദ്യം ഓ ആ വെക്കുമ്പോൾ ക്ലിയറൻസ് അടിപൊളിയായിരുന്നു. അവിടെ ഇനിമേ നമ്മൾ തിരിച്ചു കയറണം. അവരുടെ എണ്ണം കൂടുതലാണ് ഡിഫൻസ്. എന്ത് ചെയ്യും? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറ്റാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സുവാറസിന് ബുള്ളറ്റ് ലാറ്റർ എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യം. എടാ ഞാൻ ബെക്കമ്മിനല്ല ഉദ്ദേശിച്ചത്. അവിടെ ഇരിക്കുന്ന റുമിനിക്കിന് എൻ്റെ പൊന്നെ എന്തൊക്കെയാ കാണിക്കുന്നത്. ഇനി ഞാൻ കൊടുത്തൊരു കാര്യമുണ്ട്. കാര്യമുണ്ട് കേട്ടോ. പ്രെഡിക്റ്റഡ് ക്രോസ് ആയതുകൊണ്ട് നമുക്ക് പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ലാമിൻ്റെ ക്രോസ് ഒക്കെ അൺപ്രെഡിക്റ്റഡ് ക്രോസാണ്. Barcelona certainly could do with a positive spell for the remainder of this half. Just a second. എടാ ഇത് എന്ത് ഓഫല്ലേ? ഞാൻ നോക്കട്ടെ ഇത് എന്ത് എൻ്റെ എടാ വാൻഡേ ബൂട്ട് കാലിട്ടി കണ്ടു വാൻഡേ ബൂട്ടും തിരിയുന്ന ആ ഒരു സംഭവം കണ്ടോ? അത് ഇതാണ് വെയിറ്റും സൈസുള്ള ഒരാളുടെ ഡിഫറൻസ് ആണ് ഇത്. ആ സമയം അവിടെ ബെക്കംബോറാണ് പെട്ടെന്ന് തിരിഞ്ഞ് കയ്യോ കാലോ ഇട്ടൊക്കെ തട്ടിക്കളയും. അതാണ് ആ ഡിഫറൻസ്. പക്ഷെ എന്തുകൊണ്ട് നല്ല രണ്ട് ഒരു ഇവനാണെങ്കിൽ നല്ല ടേണൊക്കെ എടുത്ത് കളിക്കുന്നത് ഇങ്ങോട്ടൊക്കെ. എന്തായാലും ഒരു ഗോൾ കൺസിഡർ നമുക്ക് പറ്റും. നമുക്ക് തിരിച്ചടിക്കേണ്ടതാണ്. കണ്ടോ? ഞാനത് മെസ്സിക്ക് കൊടുക്കാണ്ട് ബോൾ വല്ല കൊടുത്തത് സുവാർസിന് നീട്ടി കൊടുക്കാം. അപ്പോൾ അതാ പിന്നെയും മെസ്സിക്ക് കൊടുക്കും. സുവാർസിന് നീട്ടി കേൾക്കാൻ പറ്റും. ഒരു കാര്യം ഈ ഫുട്ബോൾ തന്നെയാണ് കളിച്ചു. എനിക്ക് റാങ്ക് കിട്ടി തന്നാൽ മതി. ഞങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഇട്ടോടെ ഞങ്ങൾ പടവൻ അടിക്കണം. ഇടിവെട്ടില്ല മലയാളി ഇടിവെട്ടി. അവൻ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. ഡിഫറൻസ് കൂടിയാണ് അവൻ്റെ. നമ്മൾ ടാക്ടിക്സ് ഒന്നും മാറ്റേണ്ടി വരും. പ്ലേയേഴ്സിന് തന്നെ മാറ്റാം. ഇനി കുറച്ച് നേരങ്ങൾ കളിച്ചു അനക്കരുത്. Barcelona need to get the balance right to sort this out. Ambition must be complemented by just the right amount of caution, and I think the more experienced players can oversee that. Davids, Tchouaméni. Passes coming off in quick succession here. ഞാൻ മിണ്ടാത്തത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കളിച്ചോണ്ടിരിക്കുക. It's a decent chance to counter-attack. Well, yet another interception. അവരുടെ പിള്ളേർ മൊത്തം പറഞ്ഞ് കളിക്കുന്നത്. എന്നെ കുഴപ്പമില്ല. കുറച്ച് പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട്. കുറച്ച് പേര് കുറച്ച് ഫോളോ ആയിട്ട് മാറ്റില്ല തമ്മേ സബർക്കുന്ന തമ്മേ. ഈ പോക്ക് പോയ ഒന്നും നടക്കുന്നില്ല. വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ ചെയ്തോണ്ടിരിക്കുക. അല്ലേ അടക്കേ വീട്ടിലെ ആവശ്യം Barcelona are not doing enough to get themselves back in the game. They're not as threatening as their opposition. It's got to change. ഞാൻ പോസ്റ്റ് ബട്ടൺ നോക്കിയതാ. അതാണ് അങ്ങോട്ട് പാസ് പോയത്. അപ്പോൾ തന്നെ കയറാനും തുടങ്ങി. എടാ കമോൺ
അത് നടക്കും. അത് കണ്ടോ, എൻ്റെ മെസ്സിനെ പ്രഷർ ചെയ്യാൻ ആരും വന്നില്ല. അതിൻ്റെ പകരം ചെയ്തു അവൻ സുവാറസിൻ്റെ റൂമിലേക്കിനെയും പൂട്ടി. അവൻ അറിഞ്ഞാ കളിക്കുന്നു. അവനറിയാം നമ്മുടെ ടാക്ടിക്സ് എന്താണെന്നൊക്കെ. ഞാൻ നോക്കിയിട്ട് ചെറിയൊരു വഴി മെസ്സിയെ കൊണ്ട് ബ്ലഡ് അടുപ്പിക്കാനാണ്. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട സബ് ഇറക്കണം. ആ മെസ്സിനെയും കൂട്ടി വിലിയാം കൂടാണ്. അത്യാവശ്യം വിലിയം കാർഡ് വെച്ചാണ് കളിക്കുന്നത്. നോക്കട്ടെ, 84 മിനിറ്റ്. ഇനി എപ്പോൾ സബ് ഇറക്കാനാണ്? കളിക്കാൻ അറിയാം കേട്ടോ. അങ്ങനെ ഈ കളി പോയിട്ടിരിക്കുകയാണ്. Exciting encounter where both sides produced a genuine effort. കണ്ട 1700 റേറ്റിംഗ് ആയി. മേ ബി നമുക്ക് ഒരു കളി കൂടെ നോക്കണം, അല്ലെങ്കിൽ ഇത് നിൽക്കട്ടെ. ഇങ്ങനെ കളിച്ചാൽ മതി, പയ്യെ കളിച്ചാൽ മതി, നമുക്ക് എന്തായാലും റേറ്റിംഗ് കിട്ടും. സോ ഇതിപ്പോൾ ഏകദേശം വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ടാവും. സോ ഗൈസ്, നമുക്ക് അടുത്ത പുഷിങ്ങുമായിട്ട് പിന്നെ ഒരു ദിവസം വരാം. സോ ഐ എം മൈൻഡിങ് അപ്പ് ദ വീഡിയോ. സോ ബൈ, താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബ്രോ. Everyone, thank you. Bye.